എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിന്റെ ഓണം എക്സാമിന്റെ ആൻസർ കീയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗത്തിന്റെ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4 കേട്ടോ. മൾട്ടിപ്പിൾസ് അതായത് 4ന്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതാണ് n × n+1/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 30 അല്ലേ. അപ്പൊ 30 × n+1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 31 വരും അല്ലേ. 30 × 30+1 31/2 ആണ്. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 465 വരും കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 465 ആണ്. ഡിവൈഡ് ചെയ്യാൻ ഇത് 2 ഇതും കൂടെ പോയല്ലേ 15 വരും. ദെൻ 15 × 31 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 465 ആണ് വരുന്നത്. ദെൻ അടുത്ത എന്താണ് ചോദിച്ചിരുന്നത്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4 ഇല്ല 4ന്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ 4ന്റെ ഗുണിതങ്ങൾ നമുക്കറിയാം. 4, 8 അല്ലേ, 12, 16 എങ്ങനെ പോയല്ലോ. അപ്പൊ അതിന്റെ എന്താണ് തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × ഇല്ലേ 1 ഇല്ലേ 1 പ്ലസ് ഇങ്ങനെ എഴുതാലോ. ഈ ഒരു രീതിയിൽ എഴുതാലോ. അപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഇല്ലേ. എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്? 465 എന്ന് കിട്ടിയായിരുന്നു. ഗുണിച്ചാൽ പോരെ. 465 എത്രയാണ് 4 എന്ന് വരും. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 1860 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4 ആൻഡ് ദം ആഡിങ് 1. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. അതായത് എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയ സംഖ്യയുള്ള ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1, 2, 3 ആണ്. അപ്പൊ അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4ന്റെ ഗുണിതമായല്ലോ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ 1 കൂട്ടുക. മനസ്സിലായ പറഞ്ഞു. എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4, 8 അങ്ങനെയല്ല വരുന്നത്. ദെൻ അതിൻ്റെ അടുത്ത് 1 കൂട്ടുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 5, 9 അല്ലേ 5, 9, 13 അല്ലേ 17 ഈ ഒരു രീതിയിൽ വരും. അപ്പൊ അതിന്റെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യമേ എങ്ങനെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 4 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. 1860 നമുക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ അടുത്ത് 1 കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൂട്ടുക എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 എണ്ണത്തിന്റെ അല്ലേ, 30 പദങ്ങളല്ലേ. അപ്പൊ 1 കൂട്ടുക എന്ന് പറയുമ്പോൾ 30 കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ എത്ര വരും? 1860 പ്ലസ് 30 വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ എത്രയാണ് വരുന്നത്? 1890 ആൻസർ വരും. അതാണ് ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? ഈ ശ്രേണിയിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. ആദ്യത്തെ n പദങ്ങളുടെ തുക. അപ്പം ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ശ്രേണി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് d എത്രയായിട്ട് വരും? 4 വരും ഇല്ലേ. കോമൺ ഡിഫറൻസ് 4 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്കറിയാലോ ഇവിടെ xn ഉപയോഗിച്ചാൽ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് ഇല്ലേ f-d വെച്ച് ചെയ്യാം. അപ്പൊ d എന്ന് പറഞ്ഞാൽ 4 ആണ്. 4n പ്ലസ് ഫസ്റ്റ് ടേം 5 ആണ്. 5 - d 5 - 4 വരും. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? It is equal to xn is equal to 4n plus 1 അല്ലേ. xn എന്ന് പറഞ്ഞിരിക്കുന്നത് 4n plus 1 ആണെന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. അപ്പം sn ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. sn ആണ് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? sn is equal to n/2 ഇൻറ്റു ഇല്ലേ x1 പ്ലസ് xn ചെയ്താൽ മതിയല്ലോ ഇല്ലേ. n/2 ഇൻറ്റു x1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എത്രയാണ്? 5 ആണ് അല്ലേ. xn എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയതാണ് 4n plus 1 ആണ് അല്ലേ. 4n plus 1 ആണ് xn എന്ന് പറഞ്ഞിരിക്കുന്നത്. therefore n/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? 4n plus 6 എന്ന് വരും അല്ലേ. 4n plus 6 എന്ന് വരും. ദെൻ നമ്മൾ ഈ n/2 ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാൻ സാധിക്കും? ഇവിടെ ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ആയിട്ട് പോകും. ഇപ്പോൾ ഇവിടെ 2 വരും. ദെൻ 2 ഇൻറ്റു ഈ n കൂടെ വരുമ്പോൾ എത്ര വരും? 2n² എന്ന് വരും. പിന്നെ അല്ലേ. പിന്നെ ഇത് അകത്തോട്ട് പോവുകയാണ്. ഇപ്പം ഈ 2ഉം 6ഉം കൂടെ വരുവാണെങ്കിൽ ഇവിടെ 3 വരും. അപ്പൊ എത്ര വരും? 3n എന്ന് വരും. അപ്പൊ 2n² പ്ലസ് 3n എന്നാണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 2n² പ്ലസ് 3n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
റൈറ്റ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സമാന്തര ശ്രേണിയിലാകത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം, n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ് നമുക്കിവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം, ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെയാണ് 2 വന്നു ഇല്ലേ. അപ്പം xn നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. xn ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് dn പ്ലസ് എഫ് മൈനസ് ഡി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത് 2n പ്ലസ് ഫസ്റ്റ് ടൈം 11 ആണ്. എത്ര വരും? 2n പ്ലസ് 9 എന്ന് വരും. xn എന്ന് പറയും. ഇനി സം അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പം സം sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് അല്ലേ. അപ്പം n/2 ഇൻറ്റു x1 എന്ന് വെച്ച് നമുക്കറിയാം 11 ആണ്. പ്ലസ് xn നമുക്കിവിടെ കിട്ടി എത്രയാണ്? 2n പ്ലസ് 9 ആണ് വന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2n പ്ലസ് 20 വരും അല്ലേ. ഇനി n/2 നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എങ്ങനെ വരും? n/2 കൊണ്ടുപോകുകയാണെങ്കിൽ n/2 ഇൻറ്റു 2n പ്ലസ് n/2 ഇൻറ്റു 20 എന്ന് എഴുതാം. 2 ഇൻറ്റു ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ എത്രയാണ്? ഇവിടെ 10 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു n² പ്ലസ് 10n അല്ലേ. സം ഓഫ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് n ടേംസ് നമുക്ക് കിട്ടി. ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് sn ഈസ് ഈക്വൽ ടു n² പ്ലസ് 10n എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 600 കിട്ടുക? സമ്മിന്റെ ഇക്വേഷൻ കിട്ടി. എത്ര പദങ്ങൾ കൂട്ടുക? അത് സമ്മ് നമുക്ക് കിട്ടി 600 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം 600 കിട്ടണം. സമ്മ് എന്ന് പറഞ്ഞിരിക്കുന്നത് 600 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു n² പ്ലസ് 10n ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 600 എന്ന് പറഞ്ഞു. അപ്പം എത്ര പദങ്ങൾ? അപ്പൊ n അല്ലേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം പഠിച്ചിട്ടുള്ളതാണ് n² പ്ലസ് 10n. നമ്മൾ എത്രയാണ്? പകുതി എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം 5² വരും. ദാറ്റ് ഈസ് 25 വരും. രണ്ട് സൈഡിലും നമ്മൾ 25 ആഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? n പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എത്രയാണ്? 625 എന്ന് വരും അല്ലേ. ദെൻ പിന്നെ എത്രയാണ്? n പ്ലസ് 5 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625 അല്ലേ. റൂട്ട് ഓഫ് 625 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 വരും. മനസ്സിലായല്ലോ? അപ്പം n പ്ലസ് 5 ഈസ് ഈക്വൽ ടു 25 എന്ന് വന്നു. 1 മിനിറ്റ് കഴിഞ്ഞു. n ഈസ് ഈക്വൽ ടു 25 മൈനസ് 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പൊ n ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 20 എന്ന് കിട്ടി. ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 600 കിട്ടുക? 20 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 600 കിട്ടും. ഓക്കെ ആണല്ലോ? then നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20th ക്വസ്റ്റ്യൻ ആണ്. In each of the figure below, 3 angle measurements are given. In which figure all the 3 angles are marked with the correct measurements? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 ആംഗിൾസ് കൊടുത്തിട്ടുണ്ട് ഓരോ പിക്ചേഴ്സിൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നോക്കി, ഇവിടുത്തെ ആദ്യമേ സെൻട്രൽ ആംഗിൾ 100 തന്നിട്ടുണ്ട് അല്ലേ. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്, 50 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വേണം? 180 വരണം. ഇവിടെ നോക്കി, ഇത് 80ഉം 50ഉം ആണ്. 180 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഇവിടെ നോക്കിയാൽ സെൻട്രൽ ആംഗിൾ 110 ആണ്. അതിന്റെ ഹാഫ് 55 വരുന്നുണ്ട്. പക്ഷേ ഈ 55ഉം 70യും കൂടെ ആഡ് ചെയ്യുക, അത് വരുന്നുണ്ടോ? ഇല്ല. 180 വരുന്നില്ല. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയാൽ 110 ആണ്. 55 ഇവിടെ കറക്റ്റ് ആണ്. 55ഉം ഇവിടെ നോക്കിയാൽ 125ഉം ഇതെങ്ങനെയാണ്? അത് വരുന്നുണ്ട് അല്ലേ. 180 വരുന്നുണ്ട്. സപ്ലിമെന്ററി ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് ഈ ഒരു ആൻസർ കറക്റ്റ് ആണ്. ഇനി ഇത് നോക്കിയാലോ, 140 ആണ്. 70 വരുന്നുണ്ട്. ഇവിടെ എത്രയാണ്? 100 ആണ് വരുന്നത് അല്ലേ. അപ്പൊ അത് വരുന്നില്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം. ഇൻ ദ ഫിഗർ O ഈസ് എ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് PQ ഈസ് എ കോഡ്. ഇതാ ഫിഗറിൽ നോക്കാം. O എന്ന് വെച്ചാൽ സർക്കിളിന്റെ സെന്റർ ആണ്. PQ എന്ന് പറഞ്ഞിരിക്കുന്ന കോഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ദെൻ ഇവിടെ നോക്കി, രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. PRQ, അതായത് ഈ ആംഗിളും അതുപോലെ തന്നെ PSQ എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണല്ലോ, നമുക്കറിയാം അല്ലേ. സെഗ്മെന്റിലെ ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർത്ഥവൃത്തത്തിലെ കോൺ എങ്ങനെയാണ്? മട്ടകോണാണ്. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻസ് നോക്കാമേ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. 1 ഈസ് ഫോൾ ആൻഡ് അത് 1 ഈസ് ഫോൾ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ് അല്ലേ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയാണ് 2 ഈസ് എ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രസ്താവന 1 സ്റ്റേറ്റ്മെന്റ് 1ന്റെ എന്താണ് കാരണമാണ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന്. അതാണോ? അല്ലല്ലോ. രണ്ടും
വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ അത് രണ്ടും ഒന്നിന്റെ റീസൺ അല്ല മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ. അപ്പൊ അതും വരുവല്ല. പിന്നെ അടുത്തനാണ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, പക്ഷെ പ്രസ്താവന ഒന്നിന്റെ റീസൺ അല്ല രണ്ടെന്ന് പറഞ്ഞു. രണ്ടും സെപ്പറേറ്റ് റൂളുകളാണ്, കൺസെപ്റ്റുകളാണ് അല്ലേ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. Then next question. In the figure A, B, C, D, P are the points on the circle with the center O. അവിടെ നോക്കിയ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. Then center O എന്ന് പറഞ്ഞിട്ടുണ്ട്. A, B, C, D പിന്നെ ഒരു Pയും. അതെങ്ങനെയാണ്? സർക്കിൾസിലെ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പറയുന്നത്? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 130 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOB അതായത് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇത് എത്രയാണ്? 130 എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ADB നോക്കുക. ADB ഇതാ ഈ ആംഗിൾ ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. BDC D ഇതാ ഈ ആംഗിൾ അല്ലേ, ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? BPC ഇതാ ഈ ആംഗിൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ഈ ഒരു സെക്ഷൻ സെൻട്രൽ ആംഗിൾ, അതായത് ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ AB എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക് കേട്ടോ, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 130 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഏതൊക്കെ വരാം? ഏതൊക്കെ ആംഗിൾസ് വരാം? ഇത് വരാം അല്ലെ, ആംഗിൾ ACB വരാം ഇല്ല, ഇത് ഇല്ലേ, ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എത്രയായിരിക്കും വരുന്നത്? പകുതി ആയിരിക്കുമല്ലോ. 130ന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത് ഇല്ലേ. അപ്പൊ എത്രയാണ് വരുന്നത്? ACB എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 130ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 65 വരും. 60. അതുപോലെ തന്നെ ഈ ആർക്കിൽ മേക്ക് ചെയ്യുന്ന മറ്റൊരു ആംഗിൾ ആണ്, ഈ ആംഗിൾ വരുമല്ലോ ADB ഇല്ലേ. അപ്പൊ അതും എത്രയായിരിക്കും? 65 തന്നെയായിരിക്കും. അപ്പൊ ADB കിട്ടിയല്ലോ. ADB എന്ന് പറഞ്ഞിരിക്കുന്നത് 65 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഏതാണ്? BDC ആണ്. BDC ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം സെമി സർക്കിൾ ഇതാ നോക്കി, AC എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണല്ലോ. അപ്പൊ സെമി സർക്കിളിൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ ഉണ്ടല്ലോ, ഇത് എത്രയാണ് വരുന്നത്? ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 90 ഡിഗ്രി വരും. ഇവിടെ ഓൾറെഡി ഇവിടുത്തെ ഈ പകുതി തന്നിട്ട് 65 ആണ്. അപ്പൊ എത്രയാണ്? 90 മൈനസ് ഇല്ല, ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 90 മൈനസ് 65 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BDC കിട്ടും അല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ ADB എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ല, ADC ആണ് കേട്ടോ. ആംഗിൾ ADC എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ഇവിടെ നമുക്കറിയാം ഏതാണ്? ADB ഇല്ലേ, ADB 65 ആണെന്ന് കണ്ടു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ BDC എങ്ങനെ കണ്ടുപിടിക്കാം? BDC എന്ന് പറഞ്ഞിരിക്കുന്നത് 90 മൈനസ് 65 ആണ് അല്ലേ. അപ്പൊ 90 മൈനസ് 65 വരുമ്പോൾ എത്ര നമുക്ക് ഇവിടെ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് വരും ഇല്ലേ. അപ്പൊ BDC നമുക്ക് എത്ര വന്നു? 25 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് എത്രയാണ്? 25 ഡിഗ്രി ആണ്. ഇനി ഏതാണ്? BPC കണ്ടുപിടിക്കണം. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടല്ലേ. അപ്പൊ നോക്കി, ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആർക്ക് നോക്കിയേ, BPC എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്ക് ഇല്ലേ. ദെൻ ആ ആർക്കിന്റെ കേസിൽ നമുക്കറിയാം സപ്ലിമെന്ററി ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇവിടെ നമുക്കറിയാം അവിടെ വരുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച BDC എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ BDCയും ഇതും എങ്ങനെയായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. അതായത് 180 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ BPC എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 180 മൈനസ് 25 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എത്ര കിട്ടും? 155 എന്ന് കിട്ടും. അപ്പൊ BPC എത്രയാണ്? 155 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 23. ഫിഗർ നോക്കട്ടെ. അതിന്റെ ഫിഗർ സെന്റേഴ്സ് ഓഫ് സർക്കിൾസ് ആർ C ആൻഡ് O. നോക്കോട്ടെ, ഫിഗർ നോക്കുക. സർക്കിൾസ് ആണ് കേട്ടോ, രണ്ട് സർക്കിൾസ് ആണ്. ഇതൊരു ചെറിയ സർക്കിളാണ്, ഇതൊരു വലിയ സർക്കിളാണ്. വലിയ സർക്കിളിന്റെ സെന്റർ C ആണ്, ചെറിയ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിള് Pയിലും Rലും ഇന്റർസെക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ആംഗിൾ PQR നോക്കുക. ഈ ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 70 ഡിഗ്രി ആന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ കണ്ടുപിടിക്കണം? POR ഈ ആംഗിൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. PSR എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. PCR ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. ഈ ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, ചെറിയ സർക്കിളിനെ സംബന്ധിച്ചോളം അതിന്റെ സെന്റർ എന്ന് വെച്ചാൽ ഇത് O ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ആംഗിൾ ഈ ആംഗിൾ 70 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? 140 വരും ഇല്ലേ. സെൻട്രൽ ആംഗിൾ 140 ആണ് വരുന്നത്. അതായത് POR എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. അപ്പൊ എത്ര വരും? 140 വരും. അതായത് 70 × 2. അപ്പൊ POR നമുക്ക് കിട്ടി 140 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഇവിടെ 140 ഉണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. സപ്ലിമെന്ററി ആണ് ഇല്ലേ. അപ്പൊ എങ്ങനെയാണ് ആ ആംഗിൾ കണ്ടുപിടിക്കുന്നത്?
180 -140 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ കിട്ടും. അതായത് എത്ര കിട്ടും? 40 കിട്ടും. അതായത് PSR എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഡിഗ്രി ആണ്. അപ്പൊ PSR നമുക്ക് കിട്ടി 40 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഏതാണ് PCR? അപ്പൊ ഈ വലിയ സർക്കിളിനെ സംബന്ധിച്ചോളം ഇതാ നോക്കി, ഇവിടുത്തെ ഈ ആംഗിളിൽ ഇരട്ടിയായിരിക്കുമല്ലോ ഇത്, അതായത് സെൻട്രൽ ആംഗിൾ ആണ്. PSR ഈ വലിയ സർക്കിളിനെ സംബന്ധിച്ചോളം ഇതെന്ന് പറഞ്ഞാൽ PCR എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്. അപ്പം ഇതിന്റെ ഇവിടുത്തെ ആംഗിളിൽ ഇരട്ടിയായിരിക്കും. അപ്പം 40 × 2 വരും, എത്രയാണ്? 80 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 23rd തന്നെ ബി പാർട്ടാണ് കേട്ടോ. ചിത്രം നോക്കുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിയും ഓയും രണ്ട് സർക്കിളാണ്. സിയും ഓയും ഓരോരോ സർക്കിളിലെ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സർക്കിൾ സെറ്റ് എ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? എയിലും ബിയിലും ഇന്റർസെക്ട്, ഈ രണ്ട് സർക്കിളുകളെ ഇന്റർസെക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ പിയും എ ക്യൂവും ഡയമീറ്റർ ആണ്. എ പി എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. എ ക്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഇനി എന്താണ് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് PBQ ആർ ദ പോയിന്റ്സ് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ. PBQ ഇതാണല്ലോ, ഇതാണ് പി എന്ന് പറഞ്ഞിരിക്കുന്നത്, ബി ഇതാണ്, ക്യൂ ഇതാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകളാണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നമ്മളിതാ ഈ എയും ബിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യാം. എയും ബിയും കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിയും ക്യൂവും കൂടെ അങ്ങ് ജോയിൻ ചെയ്താൽ ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കും കേട്ടോ. ഇങ്ങനെ കേട്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ പിയും ക്യൂവും നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുക കേട്ടോ. അപ്പൊ ആദ്യമേ നമ്മൾ എന്താണ് എഴുതേണ്ടത്? പ്രൂവ് ചെയ്യുവല്ല. അപ്പൊ നമ്മൾ എഴുതണം കേട്ടോ, ഡ്രോ ലൈൻ കേട്ടോ, ലൈൻ AB ആൻഡ് PQ കേട്ടോ. ഇങ്ങനെ നമ്മൾ ലൈൻ വരയ്ക്കുക, ഡ്രോ ലൈൻ AB ആൻഡ് PQ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം വലിയ സർക്കിൾ നോക്കിയേ. വലിയ സർക്കിൾ നോക്കിയപ്പോൾ AP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ? അപ്പൊ നോക്കി അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. മനസ്സിലായി? ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ, അതായത് ആംഗിൾ പി കേട്ടോ. നോക്കോട്ടെ, PBA എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആണ് ഇല്ലേ? അതുപോലെ തന്നെ ചെറിയ സർക്കിൾ എന്ന് നോക്കിയേ, AQ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ അവിടുത്തെ ആംഗിൾ ഇത് എത്രയാണ്? 90, അതും ഡിഗ്രി ആയിരിക്കും. അപ്പം PBAയും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? QBA എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. അതിന്റെ റീസൺ എന്താണ് നമുക്ക് പറയാന്ന്? ആംഗിൾസിനെ സെമി സർക്കിൾ എന്ന് പറയാമില്ലേ? ആംഗിൾസിനെ സെമി സർക്കിൾ അല്ലെ? സെമി സർക്കിളിലെ ആംഗിൾസ് ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ നോക്കി, രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ. അതായത് ആംഗിൾ PBA പ്ലസ് അതിന് കൂടെ ആഡ് ചെയ്യുക QBA. എങ്ങനെ വരും? PBA പ്ലസ് QBA എന്ന് പറയുമ്പോൾ എത്ര വരും? 90 + 90 എത്രയാണ് വരുന്നത്? 180 വന്നു. അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 വന്നു. ടോട്ടൽ ആംഗിൾ 180 വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? സം ഓഫ് ദി ആംഗിൾസ് അല്ലെ? സം ഓഫ് ദി ആംഗിൾസ് PBA ആൻഡ് QBA അല്ലെ? QBA ആർ 90 ഡിഗ്രി. എന്ത് പറയാം? നമുക്ക് ഈ പോയിന്റ്സുകളെല്ലാം ലൈനിലാണെന്ന് പറയാം. ദെൻ ദ പോയിന്റ്സ് അല്ലെ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ദെൻ കേട്ടോ. ദെൻ ദ പോയിന്റ്സ് PBQ ആർ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? അത് സ്ട്രെയിറ്റ് ലൈനിലാണ് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th one. ഇൻ ദ ഫിഗർ O ഈസ് എ സെന്റർ ഓഫ് ദി സർക്കിൾ കേട്ടോ. ഫിഗർ നോക്കുക, O എന്ന് പറഞ്ഞിരിക്കുന്ന സർക്കിളിന്റെ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക AB കേട്ടോ, ABCD ഇത് സർക്കിളിലെ പോയിന്റുകളാണ് വേണ്ടത്. E എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു പോയിന്റാണ്. ഇതൊക്കെ ഇപ്പൊ തന്നിട്ടുണ്ട്. AEB ഇതാ നോക്കട്ടോ, AEB ഇതാ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 30 ആണ്. പിന്നെ CEB നോക്കുക, CBE കേട്ടോ, അതെ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. അത്രയാണ് 20 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? BCE ഇതാ ഇത് കണ്ടുപിടിക്കണം അല്ലേ? BCE കണ്ടുപിടിക്കണം. ADB ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? DAB നോക്കുക, D ഇതാ ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? ABD ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ആണ് CBE സംബന്ധിച്ചോളം നമുക്ക് ആംഗിൾ C കണ്ടുപിടിക്കാമല്ലോ അല്ലേ? അതായത് BCE എന്ന് പറയാം അല്ലെ? BCE നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ 180 - 20 + 30 ആണ് അല്ലെ? അപ്പൊ എത്ര വരും? 180 - 50 വരും. അപ്പൊ ഇത് എത്ര വരും? 180 - 50 എന്ന് വരുമ്പോ എത്രയാണ്? 130 ഡിഗ്രി വരും അല്ലേ? അതായത് ഈ ആംഗിൾ എത്രയാണ്? 130 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ആംഗിൾ BCE എന്ന് പറഞ്ഞാൽ എത്രയാണ്? 130 ഡിഗ്രി ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ലൈൻ
എ സി ബി സ്ട്രെയിറ്റ് ലൈൻ ആണ്, നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ ഉണ്ട്. അപ്പോൾ ദാ ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? അതായത് ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 180 130 കുറച്ച് നമുക്ക് കിട്ടും. അതായത് എത്രയാണ് വരുന്നത്? 50 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? ഞാൻ നോക്കി ഈ ആർക്ക് നോക്കുക, എ ബി അവിടുത്തെ ഒരു ആംഗിൾ ആണല്ലോ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിളാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആ ഒരു സെഗ്മെന്റിലെ മറ്റൊരു ആംഗിൾ ആണല്ലോ ഈ എ ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പം എ ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടി 50 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഇതാ നോക്കുക, ഡി ബി എന്ന് വെച്ചാൽ എന്താ? ഡയമീറ്റർ ആണ്. അപ്പോൾ സെമി സർക്കിൾ ആയല്ലോ. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതേ നോക്കി രണ്ട് ആംഗിൾ കിട്ടി. മൂന്നാമത്തെ ആംഗിൾ കിട്ടുമല്ലോ. അതായത് ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നത്? അതായത് എങ്ങനെയാണ്? 180 മൈനസ് 50 പ്ലസ് 90. 180 മൈനസ് 50 പ്ലസ് 90 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 140. എത്രയാണ് വരുന്നത്? 40 എന്ന് വരും. മനസ്സിലായല്ലോ? 40 ഡിഗ്രി. അപ്പം എ ബി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാ ഈ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? 40 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ തന്നെ 24th ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ബി പാർട്ടാണ് കേട്ടോ. നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താണ്? ഫിഗർ തന്നിട്ടുണ്ട്. ഓ എന്ന് ഇതാണ് കേട്ടോ. ഓ എന്ന് വെച്ചാൽ സെൻറ്റർ ആണ്. ദെൻ എന്ന് നോക്കിയാൽ ഏതൊക്കെയാണ്? എ ബി സി ഡി സർക്കിളിലെ പോയിന്റ്സുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡി ബി തന്നിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക, എ ഡി ബി ഈ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലേ ബി എ സി ദാ ഈ ആംഗിൾ 50 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സി എം ഡി ദാ ഈ ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 70 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം? ബി ഡി സി അതായത് ഇത് അല്ലേ, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അതാണ് എ സി ബി ഇതാ നോക്കുക, ഈ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്. എ ബി സി ഇതാ ഈ ആംഗിൾ ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ അതാണ് ഡി സി ഇ ഇതാ നോക്കുക, ഡി സി എന്ന് പറയുമ്പോൾ ഇതാ ഈ ആംഗിൾ. അപ്പൊ ഇത്ര ആംഗിൾസ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതാ നോക്കിയേ, ബി സി എന്ന് പറഞ്ഞ ആർക്കുണ്ടോ? ഈ ബി സി എന്ന് പറഞ്ഞ ആർക്ക് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആർക്കിലെ ആംഗിൾ ഏതാണ്? ഇതാ ഇത് 50 അല്ലേ? അതായത് ബി എ സിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ നോക്കിയേ ബി ഡി സിയും വരുന്നുണ്ടല്ലോ. അതായത് 50 ദാ ഈ ആംഗിൾ ഒരുപോലെ ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 50 ആയിരിക്കും. അതായത് ആംഗിൾ ബി ഡി സി എത്രയാണ്? 50 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ദാ ഈ ആർക്ക് എ ബി നോക്കിയേ, അവിടുത്തെ ആംഗിൾ നോക്കിയേ, അവിടെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ വരുന്ന ആംഗിളാണ് ഇത് 50. അവിടുത്തെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ വരുന്നത് എ ബി എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഒരു ആർക്ക് അവിടെ വരുന്ന ആംഗിൾ എത്രയാണ്? ഇത് വന്നു, എ ഡി വന്നു. അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റൊരു ആംഗിൾ അല്ലേ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്? സെയിം ആംഗിൾ തന്നെയല്ലേ? എ ബി എന്ന് പറഞ്ഞ ആർക്കിൽ മേക്ക് ചെയ്യുന്ന മറ്റൊരു ആംഗിൾ ആണല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എ സി ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ആർക്കിൽ വരുന്നത് ഒരു ആംഗിൾ ഇവിടെ 20 ആണ്, എ ഡി ബി ഉണ്ട്, അതുപോലെ തന്നെ എ സി ബി ഉണ്ട്. അപ്പോൾ എ സി ബി എത്രയാണ്? 20 ഡിഗ്രി ആണ്. അതും കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഞാൻ നോക്കി ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം എ ബി സി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 180 മൈനസ് 50 പ്ലസ് 20 അല്ലേ? അപ്പം എത്ര വരും? 180 മൈനസ് 70 അല്ലേ? അപ്പം എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 110 എന്ന് വരും അല്ലേ? മനസ്സിലായല്ലോ? അപ്പം 110 ഡിഗ്രിയാണ്. ദാ ഈ ആംഗിൾ എത്ര വരും? 110 ഡിഗ്രി വന്നു. 110 എ ബി സി 110 വന്നു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നമുക്ക് അടുത്തതിന് ഡി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാണ് അല്ലേ? അപ്പൊ ഇത് 50 ആണ്, ഇത് 70 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 180 മൈനസ് 70 പ്ലസ് 50 അല്ലേ? അതപ്പോൾ എത്രയാണ് വരുന്നത്? 180 മൈനസ് 120 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതായത് ഇതെന്ന് പറയുന്നത് 60 വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ആംഗിൾ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? 180 മൈനസ് ഈ രണ്ടും കൂടെ ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ മതി. 60 പ്ലസ് 20 ആണ് ഇല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 100 എന്ന് വന്നു. ദാറ്റ് ഈസ് ഡി സി എന്ന് വെച്ചാൽ എത്രയാണ്? 100 ഡിഗ്രി. 100 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25th വൺ. ഇൻ ദ ഫിഗർ ഓ ഈസ് എ സെന്റർ ഓഫ് ദി സർക്കിൾ. ആ ഫിഗർ നോക്കുക. ഓ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ ആണ്. പെർപെൻഡിക്കുലർ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് അറ്റ് എം. രണ്ട് കോഡ്സ് പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്, എ ഡിയും സി ഡിയും. അത് എമ്മിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിയും ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സർക്കിളിലെ രണ്ട് പോയിന്റ് വന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
തന്നിരിക്കുന്ന ആംഗിൾ ADM ഇത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? BCD കണ്ടുപിടിക്കണം. എന്താ നോക്കുക? BCD ഈ ആംഗിൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ രണ്ട് ആർക്ക്, ആദ്യത്തെ ഈ ആർക്ക് കൺസിഡർ ചെയ്യട്ടെ. APC എന്ന് പറഞ്ഞ ആർക്ക് കൺസിഡർ. ഈ APC ആർക്കിനെ സംബന്ധിച്ചോളം സെൻട്രൽ ആംഗിൾ ഇതാണ് സെൻട്രൽ ആംഗിൾ വരുന്നത്. മനസ്സിലായല്ലോ? സെൻട്രൽ ആംഗിൾ വരും. അത് എത്രയായിട്ട് വരും? ഈ APC എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ അല്ലേ ADM എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ആംഗിൾ ADM എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ അല്ലെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APC എത്രയായിട്ട് വരും? 2 ഇൻറ്റു നോക്കി ഇവിടെ വരുന്ന ഈ ആംഗിളാണ് ADC എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ADM എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആംഗിളാണ് അല്ലേ? അപ്പൊ നോക്കുക, അതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലേ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? അപ്പൊ എത്ര വരും? 2 ഇൻറ്റു അല്ലെ ആംഗിൾ AOC എന്ന് വെച്ചാൽ 2 ഇൻറ്റു 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് വരും. അതായത് ഇത് എത്രയാണ്? 80 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? നോക്കുക, ഈ ഒരു ട്രയാങ്കിൾ സമയത്താണ് എന്താന്ന് നോക്കിയത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ നോക്കുക, DAM എത്ര വരും? DAM എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും 180 മൈനസ് 90 പ്ലസ് 40 വരും അല്ലേ? 180 മൈനസ് 90 പ്ലസ് 40, അതായത് 180 മൈനസ് എത്രയാണ്? 130 വരും ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് വരും. അതായത് ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? ഈ ആംഗിൾ 50 ഡിഗ്രി എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നോക്കുക, ഈ ഡി അല്ലെങ്കിൽ BQD എന്ന് പറഞ്ഞ ഈ ഒരു ആർക്ക്, BQD എന്ന് പറഞ്ഞ ആർക്കിനെ സംബന്ധിച്ചോളം നോക്കിയേ, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളാണ് BAQ എന്ന് പറഞ്ഞ് ഇല്ലേ? BAQ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആംഗിൾ മനസ്സിലായത് 50 ഡിഗ്രി നീട്ടി. അതേ സെഗ്മെന്റിൽ തന്നെ വരുന്ന ആംഗിൾ അല്ല ഈ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് BCD എന്ന് പറഞ്ഞു. അപ്പൊ BCD എത്രയായിട്ട് വരും? 50 ആയിട്ട് വരും. അപ്പൊ ആംഗിൾ BCD നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് വന്നു. മനസ്സിലായല്ലോ? ആംഗിൾ BCD എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 50 ഡിഗ്രിയാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതായത് നമ്മളിവിടെ DAM എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ട് കണ്ടു? 50 വന്നു. അപ്പൊ നമുക്കറിയാം ആർക്ക് ഏതാണ്? ആർക്ക് BQC ഇല്ലേ? ആർക്ക് BQCയിൽ വരുന്ന മറ്റൊരു ആംഗിൾ, ആ ഒരു ആർക്ക് BQC നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ BCD എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ടും വരുന്നു? 50 ഡിഗ്രി ആയിട്ട് വരും. മനസ്സിലായല്ലോ? ഇനി ഈ BQC ആർക്കിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ആംഗിൾ നോക്കിയതാ ഇത് അല്ലേ? സെൻട്രൽ ആംഗിൾ ഇതാണ് വരുന്നത് അല്ലെ? അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വരും? അവിടുത്തെ ഓൾട്ടർനേറ്റീവ് ആംഗിൾ എത്രയാണ്? ഇതല്ല വരുന്നത് അല്ലേ? ഈ 50 വന്നു. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി വരും. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് ആർക്കിനെ, അതായത് APCനെ സംബന്ധിച്ചോളം സെൻട്രൽ ആംഗിൾ നമുക്കിവിടെ കിട്ടി, അതുപോലെ BQDനെ സംബന്ധിച്ചോളം സെൻട്രൽ ആംഗിൾ നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പം സെൻട്രൽ ആംഗിൾ ഓഫ് നമുക്ക് ഇങ്ങനെ എഴുതാവേ, സെൻട്രൽ ആംഗിൾ ഓഫ് ഏതാണ്? BQD എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് സെൻട്രൽ ആംഗിൾ കിട്ടിയില്ലേ? APCയുടെയും അതുപോലെ തന്നെ BQDയുടെയും സെൻട്രൽ ആംഗിൾ കിട്ടി. ഇനി അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് കേട്ടോ, സെൻട്രൽ ആംഗിൾ ഓഫ് എന്താണ്? APCയുടെയും അതുപോലെ തന്നെ BQDയുടെയും സെൻട്രൽ ആംഗിൾ നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പൊ എത്രയാണ് വരുന്നത്? APCയുടെ 80 ആണ്, BQDയുടെ 100 ആണ് വരുന്നത്. അപ്പൊ എത്ര വന്നു? 180 ഡിഗ്രി വന്നു. ക്ലിയർ ആയല്ലോ? 180 ഡിഗ്രി വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് 180 ഡിഗ്രി വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അതൊരു സെമി സർക്കിൾ അല്ലേ വരുന്നത്? ആംഗിൾ സെൻട്രൽ ആംഗിൾ രണ്ട് സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്തപ്പോൾ ആംഗിൾ 180 വന്നു. ആംഗിൾ 180 വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എങ്ങനെയാണ്? അതൊരു സെമി സർക്കിൾ ആണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? സിൻസ് സം ഓഫ് സെൻട്രൽ ആംഗിൾ ഈസ് 180, നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് കേട്ടോ, സം ഓഫ് സെൻട്രൽ ആംഗിൾ ഈസ് 180 ഇല്ലേ? സോ ഇതാണ് ഇറ്റ് ഫോംസ് എ സെമി സർക്കിൾ. സോ ഇറ്റ് ഫോംസ് എ സെമി സർക്കിൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണത് പ്രൂവ് ചെയ്യുന്നത്. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ നോക്കുക കേട്ടോ. അടുത്ത എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 55 ആൻഡ് 62 ആൻഡ് ഹാഫ്. അതൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് തന്നിട്ടുണ്ട്, സർക്കം റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്, 2 ആംഗിൾസ് ഇല്ല. അപ്പൊ ഒരു 4 സെന്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുക. നീറ്റായിട്ട് വരയ്ക്കണം കേട്ടോ. നമ്മൾ വരയ്ക്കുക. പറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ എന്താണ്? അതിന്റെ ആംഗിൾസ് 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 55 തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ എത്രയാണ്? 62 ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ 4 സെന്റിമീറ്ററിൽ എന്താണ് ഒരു ആർക്ക് വരയ്ക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ 4 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക കേട്ടോ. 4 സെൻറ്റിമീറ്റർ നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് കേട്ടോ, കൃത്യമായിട്ട് കോമ്പസൊക്കെ വെച്ച് വരയ്ക്കുക കേട്ടോ. സർക്കിൾ നിങ്ങൾ വരയ്ക്കുക കേട്ടോ, സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ദാ ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ചോളം സെൻട്രൽ ആംഗിൾ ഇതാ നോക്കിയേ, ഇത് 55 ആണെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്, 110 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആംഗിളിനെ സംബന്ധിച്ചോളം ദാ ഇവിടെ സെൻട്രൽ ആംഗിൾ, അതിൻ്റെ ഈ ആംഗിളിൻ്റെ ആർക്ക് ഏതാണ്, ഈ ഒരു ആർക്കാണ് വരുന്നത്, ഈ ഒരു ആർക്കാണ് വരുന്നത്. ദെൻ അതിൻ്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് 120 കിട്ടും. അതുപോലെ തന്നെ ഈ ആംഗിളിനെ സംബന്ധിച്ചോളം ദാ ഇത് ഈ ആർക്കാണ്. അപ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിട്ട് വരും, ദാ ഇത് കേട്ടോ. സെൻട്രൽ ആംഗിൾ ഇതാ ഇത്രയും വരും കേട്ടോ, അവിടുത്തെ സെൻട്രൽ ആംഗിൾ ഇത്രയും വരും. അത് 62.5 എന്ന് പറയുമ്പം അതിൻ്റെ ഇരട്ടിയായിട്ട് വരുമല്ലോ. അപ്പോൾ അതായത് എത്രയായിട്ട് വരും, 125 വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമേ നിങ്ങൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇത് വരയ്ക്കുക. പിന്നെ ഇവിടുന്ന് നിങ്ങൾ ആദ്യമേ എത്രയാണ്, ആദ്യമേ ഒരു 55 110 വരത്തക്ക രീതിയിൽ നിങ്ങൾ ആംഗിൾ അടയാളപ്പെടുത്തുക. 110 സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിച്ചു, അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് എത്രയാണ്, 110 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ 125 വരത്തക്ക രീതിയിൽ, മനസ്സിലാവുന്നതാണ് പറഞ്ഞത്, 125 വരത്തക്ക രീതിയിൽ സപ്പോസ് ദാ ഇവിടെയായിട്ട് വരുവാന്ന് വിചാരിച്ചു, 125 കേട്ടോ, ഏകദേശം ദാ ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ വരയ്ക്കുക, കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ 3 പോയിന്റ്, ദാ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ദാ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അത് 3ഉം കൂടെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക കേട്ടോ, ജോയിൻ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തേണ്ടത് കേട്ടോ. അതാ നോക്കിയാൽ അപ്പം ഇങ്ങനെ വരും കേട്ടോ, ചിത്രം ഇങ്ങനെ വരും. അപ്പം നീറ്റായിട്ട് നിങ്ങൾ റേഡിയസ് ഒക്കെ വെച്ചും ആംഗിളൊക്കെ മെഷർ ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അറിയാൻ വരാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.